ഇതിനകത്ത് ഞാൻ ഒരു ഇംഗ്ലീഷിലും ഒരു ഒരു എൻ്റെ സജഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ മലയാളത്തിലും അത് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ വന്യജീവി സംരക്ഷണ ബില്ലിൽ സെക്ഷൻ 11(2) കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പറഞ്ഞിരിക്കുന്നത് 1972 allows the killing or capture of wild animal in certain exceptional circumstances by an authorized officer. Section 11(2) പറയുന്നത് the killing or wounding in good faith of any wild animal in defense of oneself or any other person shall not be an offense. കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക. ഗുഡ് ഫെയ്ത്തില് ഞാൻ ഒരു വന്യമൃഗത്തിനെ സെൽഫ് ഡിഫൻസിന് വേണ്ടി ഒരു വന്യമൃഗത്തിനെ കൊലപ്പെടുത്തിയാൽ അല്ലെങ്കിൽ അതിനെ മുറിവേൽപ്പിച്ചാൽ അതൊരു ഒഫൻസ് അല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ ഇടയിൽ നിന്ന് വരും. ഈ കീ ഇഷ്യൂ എന്താണ്? ഇതിനകത്ത് കീ ഇഷ്യൂ എന്നാന്ന് ചോദിച്ചാൽ ഇത് അങ്ങനെ ആണ് എന്ന് ഇതിന്റെ ഒരു ഡയറക്ഷൻ കേന്ദ്രത്തിൽ നിന്ന് പോകേണ്ടതുണ്ട്. ഇപ്പോൾ എന്താണ് ഒരു പ്രിസംഷൻ ഈ പറയുന്ന നിയമത്തിൽ ഉണ്ട് എന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാക്കിയെടുക്കുകയാണ്. ഒരു പ്രിസംഷൻ. എന്താണ് പ്രിസംഷൻ? ഇപ്പോൾ നമുക്ക് പോസ്കോ കേസ് ആയാലും ജാതിപ്പേര് വിളിക്കുന്നതിലായാലും ഡ്രഗ്സിന്റെ ആയാലും എന്ത് പറ്റും? അവിടെ ഒരു കേസ് എടുത്താൽ ഇമ്മീഡിയറ്റ്ലി യു ആർ കൾപ്രറ്റ് ആണെങ്കിൽ കുറ്റക്കാരനാണെന്ന് ആയിക്കഴിഞ്ഞു അല്ലേ? ആയിക്കഴിഞ്ഞു എന്ന് മാത്രമല്ല, നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ ഗിൽറ്റി അല്ല എന്നാക്കിയെടുക്കേണ്ടത്. നമ്മൾ ഗിൽറ്റി അല്ല എന്നാക്കിയെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ പ്രിസംഷൻ അങ്ങനെയുള്ള വകുപ്പിലേ ഉള്ളൂ. ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ അങ്ങനെ ഒരു പ്രിസംഷൻ ഇല്ല. പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്താ ചെയ്യേണ്ടത്? പുറത്തു വരുന്ന ഒരു വന്യമൃഗത്തിനെ ആക്രമിച്ച് കൊലപ്പെടുത്തി കഴിയുമ്പോൾ ഉടനെ കുറ്റക്കാരനായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ തെളിയിക്കണം നമ്മൾ കുറ്റക്കാരനല്ല എന്ന്. വാസ്തവത്തിൽ നമ്മളെ കളിപ്പിക്കുക. അങ്ങനെ ഒരു പ്രിസംഷൻ ഇതിനകത്തില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ അതിന്റെ അടിയിൽ പറഞ്ഞിട്ടുണ്ട് റെക്കമെൻഡേഷൻ. ആ റെക്കമെൻഡേഷൻസ് invoking powers under section 63 of the Wildlife Protection Act 1972, the central government may by notification of an official gazette make rules for any of the matters which is by act are to be or may be prescribed. അപ്പോൾ ഇത് മലയാളത്തിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ പറയുന്ന വകുപ്പ് 63 പ്രകാരം മന്ത്രാലയം വ്യക്തമായ നിർദ്ദേശങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ആനക്കൊമ്പ് കിട്ടി അല്ലെങ്കിൽ വന്യമൃഗത്തിന്റെ മാംസം കിട്ടി, പ്രിസംഷൻ വരും. ആ കുറ്റക്കാരനാക്കി എടുത്തു. അവന്റെ ഉത്തരവാദിത്വമാണ് അത് തെളിയിക്കണം അവൻ ഗിൽറ്റി അല്ല എന്നുള്ളത്. പക്ഷെ ഇവിടെ ഇങ്ങനെയുള്ള ഒരു സെൽഫ് ഡിഫൻസിന് ചെയ്ത് കഴിയുമ്പോൾ സെക്ഷൻ 63 പ്രകാരം നമുക്കൊരു അമെന്റ്മെന്റിന് പോയി കഴിഞ്ഞാൽ, കേന്ദ്രത്തിൽ അമെന്റ്മെന്റിന് പോയി കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും വരില്ലെന്ന് എനിക്കറിയാം. പക്ഷെ 63 പ്രകാരം, സെക്ഷൻ 63 പ്രകാരം എക്സിക്യൂട്ടീവ് ഓർഡർ ഇടാൻ പറ്റും. കേന്ദ്രത്തിന് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇടാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഓർഡർ ഇടുന്നതിന്റെ ഒരു ഡയറക്ഷനാണ് നിങ്ങൾ ഇത് പ്രിസംഷൻ ഇല്ല. ആ പ്രിസംഷൻ ഇല്ല എന്ന് മാത്രമല്ല, പ്രാഥമിക അന്വേഷണം നടക്കും വരെ കേസെടുക്കരുത്. സാധാരണ ഇങ്ങനെ ഒരു കേസ്, ക്രിമിനൽ കേസ് വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? പ്രിലിമിനറി ആയിട്ടുള്ള ഒരു അന്വേഷണമല്ല നടത്തുന്നത്. പ്രിലിമിനറി ആയിട്ടുള്ള അന്വേഷണം നടത്തിയതിനു ശേഷം കുറ്റക്കാരനാണെന്ന് അറിഞ്ഞതിന് ശേഷമല്ലേ കേസെടുക്കാറുള്ളൂ. അതായിരിക്കണം ഇതിനകത്ത്. ഇപ്പോഴെന്താ ചെയ്യുന്നത്? നേരെ കേസെടുക്കുക. ആരാണ് എടുക്കുന്നത്? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. അവർക്ക് അതിനുള്ള അനുവാദമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക, അവർക്കുള്ള അനുവാദമില്ല. മാത്രമല്ല ഇതിനകത്ത് ഡയറക്ഷൻ കൊടുക്കാനായിട്ടുള്ള 63 പ്രകാരം ഡയറക്ഷൻ കൊടുക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഇതിനുള്ള ഒരു ക്ലോസ് ഇന്ന് കേന്ദ്രത്തിനുണ്ട്. അത് വെച്ച് ചെയ്യണമെന്നുള്ളതാണ്. കുറ്റം തെളിയിക്കേണ്ടത് വ്യക്തിയല്ല, പ്രോസിക്യൂഷനാണ്. ഒരു കേസ് സാധാരണ ഇങ്ങനത്തെ ക്രിമിനൽ സിവിൽ കേസ് വരുമ്പോൾ എങ്ങനെയാണ്? പ്രോസിക്യൂഷൻ അല്ല ചെയ്യേണ്ടത് നിങ്ങൾ കുറ്റക്കാരനാണെന്ന്. ഇവിടെ ആരാണ്? നമ്മള് കുറ്റജീവി. ഞാനിവിടെ സൂചിപ്പിച്ചത് വന്യജീവി അക്രമം ദുരന്തമായി പ്രഖ്യാപിക്കണം. എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ദുരന്തമായിട്ട് അവിടെയും അതിനകത്ത് ജീവഹാനി, കൃഷിനാശം, മാനസിക വേദന, സാമ്പത്തിക നഷ്ടം എന്നിവ ഉണ്ടാക്കുന്നു. ഇതൂടെ ഈ പറയുന്ന ആ ഡിസാസ്റ്റർ മാനേജ്മെന്റിനകത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അതെങ്ങനെ കൊണ്ടുവരും? അതിന് ഒരു അമെന്റ്മെന്റ് പോകേണ്ട കാര്യമില്ല. ആ ബില്ലിനകത്ത്
സെക്ഷൻ 6(10)-നകത്ത് എക്സിക്യൂട്ടീവ് ഓർഡർ ഇതുകൂടെ ഉൾപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? നമുക്കൊരു സാധ്യത എന്നുള്ളത് പോലീസിന് ആക്ട് ചെയ്യാൻ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിനകത്തൊരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന കളക്ടർക്ക് ആക്ട് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന് എക്സ്പേർട്ട് ഒപ്പീനിയൻ ചോദിക്കാൻ പറ്റും. എക്സ്പേർട്ട് ആളിനെ അങ്ങോട്ട് നിയമിക്കാൻ പറ്റും വെടിവെക്കുവാനായിട്ട്. അവിടെ കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റും. ഇപ്പോഴെന്താണ് കണമനയിൽ നടന്നത്, കോട്ടയത്ത് നടന്നത്? അവിടെ ആ മുണ്ടക്കയത്ത് കണമനയിൽ 2 കാട്ടുപോത്ത് വന്ന് അവിടുത്തെ കർഷകനെ 2 പേരെ കുത്തിക്കൊന്നതിന് ശേഷം അവിടെ മുഴുവൻ പ്രദേശങ്ങളും നാശനാശം വന്നു കഴിഞ്ഞിട്ട് കളക്ടർ ഓർഡർ ഇട്ടു. മന്ത്രി എല്ലാം കൂടെ ഉൾപ്പെടുത്താണ്. ഞങ്ങൾ എല്ലാവരും പറഞ്ഞു ഒന്ന് ഓർഡർ ഇടും. എന്തിനാ അവിടെ ഓർഡർ ഇടാൻ പറഞ്ഞത്? അതിനെ വെടിവെച്ച് കൊല്ലാൻ. കളക്ടർ ഓർഡർ ഇട്ടു. ഓർഡർ ഇട്ടപ്പോ പറ്റുമോ? അവിടെ വൈൽഡ് ലൈഫ് വാർഡൻ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്കല്ല, പോലീസ് ചെയ്യാൻ പറ്റത്തില്ല, അതിന് നടക്കുകയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഒരു ദുരുപയോഗം നടത്തുകയാണ്, ഇന്റർപ്രിട്ടേഷൻ തെറ്റായിട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പം ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനകത്ത് വലിയ ഒരു സേവിങ് നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ 3-ാമത്തെ പാരഗ്രാഫില് അവിടെ ഒരു ഭരണഘടനാ പ്രതിസന്ധിയാണ്. ആ ഭരണഘടനാ പ്രതിസന്ധി എന്താണ്? നമുക്കറിയാം, ഭരണഘടനയിൽ തന്നെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് ജീവിക്കാനുള്ള അവകാശം, നമുക്ക് ജീവൻ നിലനിർത്തുവാനുള്ള സ്വത്തിനും അതുപോലെ തന്നെ നമ്മുടെ ജീവനും സംരക്ഷിക്കണമെന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു വ്യക്തി നമ്മളെ കൊലപ്പെടുത്താൻ വരുമ്പോൾ നമുക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്താൻ കൊല്ലാം, അല്ലേ? പക്ഷെ ഒരു വന്യമൃഗം പുറത്തേക്ക് വരുമ്പോൾ നമുക്കതിനെ കൊല്ലാൻ അധികാരമില്ല എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് ഈ രാജ്യം പോവുകയാണ്. എത്രമാത്രം ഇങ്ങനെ പോകാൻ കഴിയും? നമുക്കൊരു ടെററിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ടെററിസ്റ്റിനെ നമുക്ക് കൊല്ലാം, അല്ലെ? ഭീതി ഉണ്ടായ ഒരു മനുഷ്യനെ കൊല്ലാൻ വരുമ്പോൾ കൊല്ലാം. പക്ഷെ ഒരു വന്യമൃഗത്തിനെ കൊല്ലത്തില്ല എന്ന് പറഞ്ഞാൽ അത് അനുവദിക്കാൻ പറ്റുന്നതല്ല. അത് ഭരണഘടനയുടെ ഒരു പ്രതിസന്ധിയാണ്. അപ്പോൾ ഇത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന നമ്മള് സംസ്ഥാന തലത്തിൽ നടത്തി, പാർലമെന്റിനകത്ത് നടത്തി, പുറത്ത് നടത്തി. പക്ഷെ അവിടെയുള്ള മുഴുവൻ കർഷകരും അതോടൊപ്പം തന്നെ MLA-മാരും അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളുമായി നമ്മൾ സമരം നടത്തുന്നു. വനം നിയമ ഭേദഗതി എന്നുള്ള ആ വാക്ക് ഇൻ ജനറൽ പറഞ്ഞതേ ഉള്ളൂ. ഭേദഗതിയിലേക്ക് ജോർജിയ പോകാൻ ബുദ്ധിമുട്ട് വരും. കാരണം ഇത് പാർലമെന്റ് വരണം, ചർച്ച ചെയ്യണം, അമെന്റ്മെന്റ് നടത്തണം. ചിലപ്പം മാസം എടുക്കും, ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും. ഇതൊരു എക്സിക്യൂട്ടീവ് ഓർഡർ മതി. അത് ഈ ഞാൻ പറഞ്ഞ വകുപ്പ് പ്രകാരം എക്സിക്യൂട്ടീവ് ഓർഡർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. 63 സെക്ഷൻ 63 നമ്മൾ എടുത്ത് വായിച്ചു നോക്കിയാൽ കൃത്യമായി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ദ സെൻട്രൽ ഗവൺമെന്റ് മേ ബൈ നോട്ടിഫിക്കേഷൻ in the official gazette make rules for any of the matters which by this act are to be or may be prescribed. പക്ഷെ കേന്ദ്രം പറയുന്നത് സംസ്ഥാനത്തിന് ഏത് ജീവിയെയും മനുഷ്യന് ഉപകാരം വെടിവെച്ച് കൊല്ലാൻ സംസ്ഥാനത്തിന് അധികാരം നൽകിയിട്ടുണ്ട് എന്നാണ് കേന്ദ്രം കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ കേന്ദ്രം പറഞ്ഞ കറക്റ്റ് അധികാരം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ അധികാരം വെച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ there is a presumption. ആ പ്രിസംപ്ഷൻ ആരുണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. ചിലപ്പോ എന്റെ ജനറേഷന് മുമ്പ് ഉണ്ടാക്കി കാണും. ഇവിടെ വന്നു കഴിഞ്ഞാൽ കേസ് എനിക്ക് എടുക്കാമെന്ന് ഈ പറയുന്ന ആരെങ്കിലും ഇതിനെ ചോദ്യം ചെയ്തു? ഇല്ലല്ലോ. മാധ്യമങ്ങൾ ചോദ്യം ചെയ്തില്ലല്ലോ. ഇതൊരു പ്രിസംപ്ഷൻ ഇതിനകത്തില്ല. ആ പ്രിസംപ്ഷനുള്ള വകുപ്പുകൾ ഏതൊക്കെയാ ഞാൻ പറഞ്ഞു. പോസ്കോ കേസിലുണ്ട്, ജാതിപ്പേര് വിളിക്കുന്നതിലുണ്ട്, ഡ്രഗ്സിലുണ്ട്. അവിടെയൊക്കെ കേസല്ല, ഉടനെ നിന്നെ ഈ പറയുന്ന കുറ്റക്കാരനെ പ്രഖ്യാപിച്ചു. അതുപോലെയല്ലേ ഇത് പ്രഖ്യാപിക്കുന്നത്? അങ്ങനെ ഒരു പ്രിസംപ്ഷൻ ഇതിനകത്തില്ല, ഈ വകുപ്പിലില്ല. ഇത് ആരാണ് ഉപയോഗിക്കുന്നത്? അത്തരമൊരു പ്രിസംപ്ഷൻ ഉദ്യോഗസ്ഥർ ഉണ്ടാക്കിയാൽ പോലും കേസെടുത്താൽ കേരള സംസ്ഥാനത്ത് മാത്രമല്ല, കേരളത്തിൽ കോടതിയിൽ നിലനിൽക്കണമെന്നില്ലല്ലോ. കോടതി ഓൾസോ ഐ ഫീൽ മിസ്റെപ്രസെന്റഡ്. അവിടെയാണ് ചില ലോബികൾ വന്ന് അതിന്റെ മറുപടി ആയിട്ട് അപ്പുറത്ത് നിൽക്കുന്നത്. ഇത് കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ ഇതല്ല ചെയ്യുന്നത്, മറ്റു സംസ്ഥാനങ്ങളും ഇതല്ല ചെയ്യുന്നത്, കർണാടകയിൽ ഇതല്ല ചെയ്യുന്നത്. ഞാൻ ഈ വൈൽഡ് ലൈഫ് വാർഡന്റെ മീറ്റിംഗിൽ ഒരു പ്രാവശ്യം കബിനി വെച്ച് നടത്തി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോയി ഒരു വന്യമൃഗത്തിനെ പിടിച്ചിട്ട് കൊണ്ട് പാട്ടിനകത്ത് പിന്നെ ഇട്ടാൽ തിരിച്ചു വരും. അരിക്കൊമ്പനെ പിടിച്ചിട്ട് അപ്പുറത്ത് കൊണ്ടിട്ട് അത് പിന്നെ തിരിച്ചു വരും. അപ്പൊ അതവിടെ പോയത് നമുക്കറിയില്ല. കൊല്ലാനുള്ള ഒരു